ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കല്ലേ? അപ്പൊ നമ്മളിതാ ഓൺ എക്സാമിനോടനുബന്ധിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. എന്റെ മക്കൾക്ക് കുറച്ച് സമയം കൊണ്ട് ഒരു അടിപൊളി മാർക്കുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. സോ എത്ര മാർക്കാണ് ഈ ഒരു അടിപൊളി മാർക്ക് എന്നറിയോ? യെസ്, നമ്മുടെ 8 മാർക്കിന്റെ 8 എന്ന് ഇവിടെ എഴുതി വെച്ചപ്പോ എന്താണ് 8ന്റെ പണിയാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ? അല്ലടാ, 8ന്റെ പണിയൊന്നല്ല. ഈ 8 നമുക്ക് പണിയേ തരില്ല. സോ ഈ ഒരു 8 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, 8 മാർക്ക് സെറ്റ് ആക്കാൻ പോവാണ്. അതെ, 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇത് വന്നിട്ടുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ 8 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നോക്കിയാലോ? റെഡി അല്ലേ? ആർ യു റെഡി? ഒന്ന് വേഗം കമന്റ് ചെയ്യാൻ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ നോക്കണേ. The immediate challenge that India faced after independence was നാഷൻ ബിൽഡിംഗ് പ്രോസസ്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? ഒരു നാഷൻ ബിൽഡ് ചെയ്യുക. ഏത് നാഷനാണ്? ഇന്ത്യ എന്ന് പറയുന്ന നാഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. So, discuss the various issues related to the nation building process. So, nation build ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ കലക്കി കൂട്ടി വെച്ചിട്ട് ഒരു 8 മാർക്കിന് ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിൽ എന്തൊക്കെ വേണം? അതാണ് ഹിൻസ് ആയി കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പാർട്ടീഷനും അതിന്റെ കോൺസിക്വൻസസും വേണം. രണ്ടാമതോ, പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ ഇന്റഗ്രേഷൻ വേണം. മൂന്നാമതോ, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. ഈ 3 കാര്യങ്ങളും ചേർത്തിട്ട് വേണം ഈ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നേരത്തെ 8 നമുക്ക് എന്ത് ചെയ്യും? 8ന്റെ പണിയാവും. അപ്പൊ അങ്ങനെ വേണോ? ആവണ്ട. യെസ്, നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് മക്കളെ. ആദ്യം നമ്മളോട് ചോദിച്ച ഹിന്റ് മുതൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ മക്കളെ, പാർട്ടീഷനും അതിന്റെ കോൺസിക്വൻസസും ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കിയേടാ, ശ്രദ്ധിക്കേണ്ടടാ. പാർട്ടീഷൻ ആൻഡ് കോൺസിക്വൻസ്. The violent partition of India led to a massive refugee crisis. മക്കളെ, പെട്ടെന്നൊരു നിമിഷത്തിലാണ് നമുക്ക് എന്ത് ചെയ്തത്? പാർട്ടീഷൻ സംഭവിച്ചത്. ഒരുപാട് റെഫ്യൂജി ക്രൈസിസ് അതിലൂടെ നമ്മൾ നേരിടേണ്ടി വന്നു. എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നേരിടേണ്ടി വന്നു. സോഷ്യലി നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇതാണ് പാർട്ടീഷൻ മൂലം ഉണ്ടായിരുന്ന നമുക്ക് നേരിടേണ്ടി വന്ന കോൺസിക്വൻസസ്. ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ ഇന്റഗ്രേഷൻ. ഇവിടെയൊക്കെ മിസ് നിങ്ങൾക്ക് ഒരു ത്രെഡ് ആണ് തരുന്നത്. നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം കേട്ടോ മക്കളെ. പാർട്ടീഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ ഓൾറെഡി അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പാർട്ടീഷൻ എന്താണെന്നുള്ളത്. അപ്പൊ അതൊക്കെ കുറച്ച് കൂടി നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യണം. ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ് മക്കളെ അവിടെ ചോദിക്കുന്നത്. ഇന്ത്യയിൽ മക്കളെ ഒരു 500ഓളം നാട്ടുരാജ്യങ്ങൾ, പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. സോ ഇവയെല്ലാവരും ചേർത്ത് ഒരു പുതിയ രാജ്യം രൂപീകരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ലോ ആൻഡ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് ഇഷ്യൂസ് നേരിടേണ്ടി വന്നു. ഈ 500 നാട്ടുരാജ്യങ്ങളും ഇന്ത്യയുടെ കൂടെ ചേരാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടതായി നമ്മൾ പറയുന്നത് ഏതാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, മണിപ്പൂർ. അങ്ങനെ നമ്മുടെ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ആര്? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തതിന് ശേഷമാണ് നാട്ടുരാജ്യത്തിന്റെ സംയോജനത്തിന് വേണ്ടി അദ്ദേഹം എഫേർട്ട് എടുത്തതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ ഇന്ന് കാണുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെയാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്തൂപങ്ങളിലൊന്നായിട്ട് ഒരു സ്തൂപമായിട്ട് അദ്ദേഹത്തിന്റെ സ്തൂപം ഉണ്ട്. അപ്പൊ ഏത് വ്യക്തിയാണ് പ്രിൻസ്ലി സ്റ്റേറ്റിന് ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തതെന്നുള്ളത് ഒന്ന് എന്റെ മക്കൾ കമന്റ് ചെയ്യണം. മിസ് ആ കമന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ. റൈറ്റ് ആണെങ്കിലും റോങ് ആണെങ്കിലും എന്ത് ചെയ്യും? റിപ്ലൈ തരും. ഓക്കെ, അതിനുശേഷം റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നമായിട്ട് വരുന്നത് എന്താണ്? സ്റ്റേറ്റുകൾ റീഓർഗനൈസ് ചെയ്യാം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമെന്നത് തുടക്ക കാലഘട്ടം മുതൽ, അതായത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിന്റെ സമയം മുതലേ കോൺഗ്രസ് ലീഡേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇത് നീക്കി കൊണ്ടുപോവുകയാണ്. എന്തായിരുന്നു കാരണം? നമ്മൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ ഓരോരുത്തർ ഞങ്ങളെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയായിരുന്നു. ബിക്കോസ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ
തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പോറ്റി ശ്രീരാമലു നിരാഹാരം ഇരിക്കുകയും നിരാഹാരത്തെ തുടർന്ന് അദ്ദേഹം മരണമടയുകയും ചെയ്തപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾക്ക് ശേഷം പിന്നെ വന്ന ക്രൈസിസ് ആയ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കണം എന്നുള്ള ആശയം ഒരു ആവശ്യം എന്ത് ചെയ്തു കൂടിക്കൂടി വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിച്ചു. പിന്നീട് അങ്ങോട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഹിന്റിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറഞ്ഞു പോകാം. പിന്നെ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്തിരുന്നു മക്കളെ. ലൈക്ക് നമ്മൾ പോവേർട്ടി ഫേസ് ചെയ്തു, ഒരുപാട് ആളുകൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ, അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇതിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു 5 പൈസ പോലും നമ്മളെ കയ്യിൽ ഇല്ലാത്തൊരു അവസ്ഥയായി പോയി സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അല്ലെ. പെട്ടെന്നൊരു രാജ്യം രണ്ടായിട്ട്, ഒരു ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായിട്ട് വെട്ടിമുറിക്കപ്പെടുന്നു, ഇന്ത്യയും പാകിസ്ഥാനും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിഭജിച്ച് പോവുകയാണ്. ഓൾറെഡി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാം ഇന്ത്യക്കാർക്കാണെങ്കിലും ഓക്കെ, പക്ഷെ എല്ലാം എന്ത് ചെയ്തു, ഇന്ത്യക്കും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ച് 5 പൈസ ഇല്ലാത്ത, ജോലി ഇല്ലാത്ത, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് അതിന്റെ ആ ഒരു ഗ്രൂപ്പുകൾ അടങ്ങിയ ഒരു രാജ്യമായി ഇന്ത്യ ആ ഒരു സമയത്ത് മാറിയിരുന്നു. പിന്നെ വന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇന്റഗ്രേഷൻ മക്കളെ. നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ പല സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. ലൈക്ക് നമ്മളിപ്പം ഒരു ഡെമോക്രാറ്റിക് പല സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും സിഖുകളായാലും അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു ഇന്റഗ്രേഷൻ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തു, ഈ ഒരു പാർട്ടീഷന് ശേഷം ഉണ്ടായി. പിന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേബിൾ പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഡെമോക്രസി കൊണ്ടുവന്നതും ഡെമോക്രസിയുടെ ഫംഗ്ഷനിങ് നടന്നതും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് ഗവൺമെന്റ് ഓർഗൻസ് ആയ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, അതേപോലെ ജുഡീഷ്യറി, ഇവർ 3 പേരും എന്ത് ചെയ്തു വരുന്നു, കാര്യങ്ങളൊക്കെ നടന്നു. ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ രാജ്യം എന്ത് ചെയ്തു, സെക്യൂരിറ്റി കൺസേൺസ് അഡ്രസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ബിക്കോസ് നമുക്ക് ആ സമയത്ത് ഒരുപാട് പുറത്തു നിന്നുള്ള അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി 4ഓളം യുദ്ധങ്ങൾ പാകിസ്ഥാനുമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാൻ, ചൈന, അങ്ങനെ പല പ്രശ്നങ്ങളും ഇന്ത്യ ഫേസ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് എപ്പോഴും സെക്യൂരിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു കൺസേണോട് കൂടിയാണ് ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്നത് ഒരു നാഷണൽ ഐഡന്റിറ്റി ബിൽഡ് ചെയ്യുകയാണ് മക്കളെ. ആളുകൾക്കിടയിൽ നാഷണൽ ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി, നമ്മൾക്കൊരു സെൻസ് ഓഫ് സിറ്റിസൺഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇന്ത്യയുടെ, അതായത് ഇന്ത്യൻ ലീഡേഴ്സ് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നാണ് എന്നുള്ള ഫീലിംഗ്, അതേപോലെ തന്നെ നമ്മൾ പല മതത്തിലും ജാതിയിലും പെട്ട ആളുകളാണെങ്കിൽ കൂടെ നമ്മളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു ഇന്ത്യ മുന്നോട്ട് പോയത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. എപ്പോഴും എസ് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മിസ് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് മക്കൾ കാണട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഓൾമോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് 8 മാർക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതേപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.